Hi all, welcome to first module of design of hydraulic structure. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഡൈവേർഷൻ ഹെഡ്വർക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കമ്മിങ് മോഡ്യൂൾസിൽ നമ്മൾ വെയർ ആൻഡ് ബാരേജ്, ഡിഫറൻസ് ബിറ്റ്വീൻ വെയർ ആൻഡ് ബാരേജ്, കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ, ബ്ലിസ് തിയറി, ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ, കോസ്ല തിയറി ആൻഡ് കറക്ഷൻസ് യൂസിങ് Gosla's correction using Gosla's charts. ഇത്രയും കാര്യങ്ങൾ വരുന്ന വീഡിയോസിൽ ചെയ്യും. അപ്പം നമുക്ക് നേരിട്ട് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് ആയ ഡൈവേർഷൻ ഹെഡ്വർക്സിലേക്ക് പോവാം. സോ വാട്ട് ഡു യു മീൻ ബൈ എ ഹെഡ്വർക്ക്? നമുക്ക് ഒരു റിവറിൽ വാട്ടർ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ ഈ റിവറിലെ ഫ്ലോയിലേക്ക് ആദ്യം നമുക്ക് എങ്ങോട്ടാണോ കൊണ്ടുപോകേണ്ടത് ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടു ബെനിഫിറ്റ് ദറ്റ് സപ്ലൈ ബൈ ഗ്രാവിറ്റി ഫ്ലോ നമ്മൾ ഈ റിവറിനെ അക്രോസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ജനറലി ഹെഡ് വർക്ക്സ് എന്ന് പറയാം. എ സ്ട്രക്ചർ constructed at the junction of the source like a river or canal from where we gets water and supplies to the off-taking canal. അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെഡ് വർക്ക് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡൈവേർഷൻ ഹെഡ് വർക്ക്, രണ്ടാമത്തത് സ്റ്റോറേജ് ഹെഡ് വർക്ക്. അപ്പം രണ്ടും സപ്ലൈസ് വാട്ടർ ടു ദി ഓഫ്-ടേക്കിംഗ് കനാൽ. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഡൈവേർഷൻ ഹെഡ് വർക്സിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ദ only purpose of this head work is to divert water to the off-taking canal. അതായത് ഇവിടെ ഈ റിവറിലേക്കൂടെ ഒഴുകുന്ന വാട്ടറിനെ ജസ്റ്റ് ഡൈവേർട്ട് ഇൻ ടു ദി ഓഫ്-ടേക്കിംഗ് കനാൽ. നേരെ മറിച്ച് ഒരു സ്റ്റോറേജ് ഹെഡ് വർക്ക് ആണെങ്കിൽ ദ സെയിം ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാം, അതെന്ത് ചെയ്യും? ഡാമിൽ നല്ലൊരു അളവിൽ റിസർവോയറിൽ വെള്ളം സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ദെൻ അക്കോർഡിംഗ് ടു ദി റിക്വയർമെന്റ് ഇറ്റ് സപ്ലൈസ് വാട്ടർ ടു ദി ഓഫ് ടേക്കിംഗ് കനാൽസ്. ഓക്കെ, എപ്പോഴൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യും. നേരെ മറിച്ച് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണെങ്കിൽ ഒരു ചെറിയൊരു ഹൈറ്റ് വരെ സ്റ്റോർ ചെയ്തിട്ട് ബാക്കി വെള്ളം ഡൗൺ സ്ട്രീമിലേക്ക് കടത്തി വിടും. ഓക്കെ, അപ്പം ഈ ചെറിയ അളവിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ മൂവ് ടു ദി ഓഫ് ടേക്കിംഗ് canals. അങ്ങനെ it diverts the required supply from the source channel to the off-taking channel. അപ്പം ഇവിടെ water level in comparison with the dam it can be raised to some smaller height only. ഒരു ചെറിയൊരു അളവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെള്ളത്തിന്റെ അളവ് അല്ലെങ്കിൽ ലെവൽ ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഡാമിലല്ല, നല്ലൊരു ഹൈറ്റിൽ തന്നെ നമുക്ക് വാട്ടർ സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലാർജ് വർക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയൊരു എക്സ്കവേഷനിൽ തന്നെ അത്യാവശ്യം ഒരു വെള്ളം ഹൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലോ ഇറിഗേഷൻ ബൈ നാച്ചുറൽ ഗ്രാവിറ്റി ഫ്ലോ വഴി നമുക്ക് കമാൻഡ് ഏരിയയിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കമ്പയർഡ് ടു ദി ഡാം നമുക്ക് ലെസ് ഓപ്പറേറ്റീവ് നീഡ്സ് വരുന്നതാണ്. കംപ്ലീറ്റ് സെഡിമെന്റ് എൻട്രി ഒക്കെ നല്ല പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ സെഡിമെന്റ് ഇൻ ടൈം നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഡൈവേർഷൻ ഹെഡ് വർക്സിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ വെയർ ഓർ ബാരേജ്. Okay, now what is the purpose of a diversion head work? എന്താണ് ഒരു diversion head workന്റെ purpose? What is the objective of a diversion head work? It raises water level in the river. Okay, ആദ്യം റിവറിലെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. അതിനുശേഷം it supplies water to the canal and regulates also. എത്ര അളവിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് it controls the entry of a silt to the canal. Then it also helps in controlling fluctuations of water level during different seasons. അതായത് വെള്ളം കുറവുള്ള സമയത്ത് കനാലിലേക്ക് വെള്ളം വിടാതിരിക്കാനും അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളം കനാലിലേക്ക് വിടാൻ വേണ്ടിയിട്ട് റിവറിലെ ഡൈവേർഷൻ സ്ട്രക്ചറിൻ്റെ അകത്ത് വെള്ളത്തിന്റെ ലെവൽ കൂട്ടാനും, ഇനി മൺസൂൺ സീസൺ വരുമ്പോഴേക്കും നല്ല സിൽറ്റ് ലോഡുള്ള വാട്ടറാണ് റിവറിലേക്ക് വരുന്നതെങ്കിൽ അത് കനാലിലേക്ക് കൊടുക്കാതിരിക്കാനും, ഇനി അധികം വെള്ളം വരുമ്പോൾ ഫ്ലഡ് ലെവൽസ് അധികം ആകുമ്പോഴേക്കും താഴെ ഡൗൺ സ്ട്രീം ഓഫ് റിവർ ഫ്ലഡഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി, അങ്ങനെ പല പല പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് എ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് ഓർ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്? അപ്പോൾ
ഇത്രയും കോമ്പോണൻസ്, ജനറൽ കോമ്പോണൻസ് നമുക്ക് ഒരു ഡൈവേർഷൻ ഹെഡ്വർക്സിൽ കാണാൻ പറ്റും. ഏറ്റവും ആദ്യം, സപ്പോസ് ഇഫ് ദിസ് ഈസ് എ റിവർ, ഇറ്റ്സ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഫസ്റ്റ് നമ്മൾ ഈ വാട്ടർ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു മാസീവ് മാഷനറി സ്ട്രക്ചർ ബിൽട്ടപ്പ് ചെയ്യും. ആ മാഷനറി സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് വെയർ ഓർ ബാരേജ്. ഏത് വേണം നമുക്ക് യൂസ് ചെയ്യാം. either you use a weir or a barrage to block this water flow. ഇനി ആ വെയറിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഉണ്ട്. വൺ ഓഫ് ദി സച്ച് കോമ്പൗണ്ട് ഈസ് അണ്ടർസ്ലൂയിസ്, ഡിവൈഡ് വാൾ, ഫിഷ് ലാഡർ. ഓക്കെ, ഇത്രയും കോമ്പൗണ്ട്സ് വെയർ സ്ട്രക്ചറിന്റെ മുകളിലേക്ക് തന്നെ വരുന്നതാണ്. അഗെയിൻ സെഡിമെന്റ് എക്സ്ക്ലൂഡർ ആൾസോ ആൻഡ് സെഡിമെന്റ് ഇജക്ടർ. ദെൻ ഈ വൺസ് നമ്മൾ ഈ വാട്ടർ ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് either in the right side or in the left side we can divert this water to the off taking canals. Okay, off taking canalsലേക്ക് വാട്ടർ പാസ് ചെയ്യാം. അപ്പോൾ ഈ ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് എത്ര വെള്ളം പാസ് ചെയ്യണം, ആ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു റെഗുലേറ്റിംഗ് ഡിവൈസസ് കൊടുക്കാൻ പറ്റും. Okay, so that is the canal head regulator. Then river training works. നമ്മൾ ഇങ്ങനെ ഒരു കൊടുക്കുമ്പോൾ ആ ഫുൾ ലെങ്ത്തിൽ കൊടുക്കണോ അതോ ഇതിലേക്ക് വെള്ളം കൺവേർട്ട് ചെയ്ത് വരാൻ വേണ്ടി, ഡൈവേർട്ട് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് ഈ വിഡ്ത്ത് ഇവിടെ റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ എംബാങ്ക്മെന്റ്സ് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് river training works can be done like marginal bunds, guide bunds, etc. അപ്പോൾ ഇത്രയും കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത്. സോ ഹിയർ in this picture I have shown you the upstream portion of Ganga river. Okay, and across this river you have a barrage. This barrage is known as Bhimagowda barrage. So here the flow is regulated, the level of water increases in the river. Okay, and slowly this water will be taken to the off-taking canal. This off-taking canal is known as Ganga canal or Kotle canal. Okay, this supplies water to Haridwar, to the different guts of Haridwar and to the nearby places. രണ്ട് പാരലൽ റണ്ണിങ് canals ആണ്. അപ്പോൾ ഈ കനാൽസ് ഭീമഗൗഡ ബാരേജിൽ നിന്നാണ് വെള്ളം ഹരിദ്വാറിലേക്കും റൂർക്കി എന്നുള്ള സിറ്റിയിലേക്കൊക്കെ അത്യാവശ്യം വെള്ളം, ലോങ് ഡിസ്റ്റൻസ് നല്ലൊരു കിലോമീറ്റർ ട്രാവലുള്ള രണ്ട് പാരലൽ കനാൽസ് ആണ്. ഒന്ന് പഴയ കനാലായിരുന്നു, ഡിമാൻഡ് കൂടിയപ്പോൾ അതേ കനാലിന് പാരലൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തതായിരുന്നു രണ്ടാമത്തെ കനാൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു ബാരേജിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഭീമഗൗഡ ബാരേജ്. Now let us see how a structure diversion headworks looks like. So here if the flow occur in this direction, okay, we are obstructing this flow using a weir or barrage. ഓക്കെ, ഈ വെയറിനെ ഫുൾ സ്ട്രക്ചറിൽ നമ്മൾ ഒരേ ഹൈറ്റിലല്ല ഇത് ബിൽട്ടപ്പ് ചെയ്യുക. ദ മേജർ പാർട്ട് നല്ലൊരു ഹൈറ്റിൽ ബിൽട്ടപ്പ് ചെയ്യും, എന്നിട്ട് ഒരു ഡിവൈഡ് വാൾ കൊടുക്കും. ദിസ് ഈസ് ദി ഡിവൈഡ് വാൾ. ദി സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഡിവൈഡ് വാൾ. ഈ ഡിവൈഡ് വാളിന് ശേഷം വരുന്ന പോർഷൻ ഈ വെയറിന്റെ ഹൈറ്റിന്റെ അത്രയും ലെവലിലേക്ക് ഉണ്ടാവില്ല, ഒന്ന് താഴ്ത്തിയിട്ടായിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ whenever we want a continuity of flow to the downstream, ഈ വാട്ടർ എന്ത് ചെയ്യും, ഈ പോർഷനിലേക്കൂടെ ആയിരിക്കും താഴേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇത് ലോവർ പോർഷൻ ആണ്, ഇതിന്റെ ഹൈറ്റ് ഈ മെയിൻ വെയറിനെക്കാട്ടും കുറച്ച് കുറവായിരിക്കും. ഈ പോർഷനെ നമ്മൾ അണ്ടർ സ്ലൂയിസ് പോർഷനും കൂടി പറയും. അതായത് അണ്ടർ സ്ലൂയിസ് വർക്ക് ഒക്കെ നമ്മൾ ഈ ഒരു പോർഷനിലാണ് കൊടുക്കുക. ദെൻ സിൽറ്റ് എക്സ്ക്ലൂഡർ, സിൽറ്റ് ഇജക്ടർ അതൊക്കെ കൊടുക്കും. അതേസമയം ഈ ഒരു പൊസിഷനെ നമ്മൾ പറയുന്ന പേരാണ് സിൽറ്റ് പോക്കറ്റ്. അതായത് ഈ പോർഷനിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്ത് വന്ന് ഇവിടെ ഒരു സ്റ്റില്ലിംഗ് ബേസിൻ പോലെ ക്രിയേറ്റ് ചെയ്ത് വെള്ളം ഒന്നിവിടെ സ്ലോ ഡൗൺ ചെയ്ത് അത്യാവശ്യം സിൽറ്റ് ഒക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ആയതിനു ശേഷമാണ് ഈ വാട്ടർ എന്ത് ചെയ്യുന്നത്, ഈ ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് പോകുന്നത്. ഓഫ് ടേക്കിംഗ് കനാൽസ്. അപ്പോൾ either on the left side you can provide a off taking canal or on the both side, റൈറ്റ് സൈഡിലും കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് സൈഡിലും കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഫിഗറിൽ ഒരു സൈഡിൽ മാത്രം കൊടുക്കുന്ന രീതിയിൽ എടുത്തിട്ടുള്ളത്. ഇത് ഓഫ് ടേക്കിംഗ് കനാൽ. ഈ ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് എപ്പോഴൊക്കെ വെള്ളം തുറന്നു വിടണം അല്ലെങ്കിൽ എത്ര എമൗണ്ടിൽ തുറന്നു വിടണം എന്നൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കനാൽ ഹെഡ് റെഗുലേറ്റർ ഉണ്ട്. ഓക്കെ, കനാൽ ഹെഡ് regulator. ഇത് കംപ്ലീറ്റ്ലി ഇതിലേക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത് കിട്ടാൻ കംപ്ലീറ്റ് വാട്ടർ ഇതിങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റിവർ ട്രെയിനിങ് വർക്ക്സ് ഉണ്ട്. ഓക്കെ, സോ
അപ്പോൾ ഇതിനെ നമ്മൾ ഗൈഡ് ബാങ്ക് എന്ന് പറയും. അതിൻ്റെ ഔട്ടർ പോർഷനിലേക്ക് വീണ്ടും വെള്ളം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ആളുകൾ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാർജിനൽ ബൺസും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഓരോ കോമ്പൗണ്ട്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മോർ ഡീറ്റെയിൽ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഓൾ ദീസ്, അഗെയിൻ എലോങ് ദി ഡിവൈഡ് വാൾ നമുക്ക് ഒരു സ്ട്രക്ചറും കൂടിയുണ്ട്, ഫിഷ് ലാഡർ. അപ്പോൾ ഇതൊക്കെ ഈ ഓരോ കമ്പോണൻറ്റിൻ്റെ പേർപ്പസ് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. സോ സീ ഹിയർ, this is the main weir, okay, and this is the divide wall, this is the fish ladder, this is the undersluice, okay, then guide bank, marginal bund, off taking canal, regulator. ഓക്കെ, ഇത്രയും കാര്യങ്ങളായാലോ. ഇനി ഇത് എങ്ങനെയാണ് കാണാനിരിക്കുക എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് കാണാനിരിക്കുക. സോ ദിസ് ഈസ് ദ മെയിൻ റിവർ, ഓക്കെ, മെയിൻ റിവർ, ആൻഡ് ദിസ് ഈസ് ദ weir portion. This is the undersluice portion and this is the silt pocket. Okay, അപ്പോൾ ഇവിടെ വരുന്ന വാട്ടർ ഇവിടെ നിന്ന് സ്റ്റാഗ്നന്റ് ആയതിനു ശേഷം ഇവിടേക്ക്, this is the canal portion, this is the regulators, head regulator. ഈ head regulator കം ബ്രിഡ്ജ് ആണ്. ഓക്കെ, സോ ബ്രിഡ്ജിന്റെ മുകളിൽ തന്നെ നമുക്ക് ഇത് റെഗുലേറ്റിംഗ് ഗേറ്റ്സ് ആൻഡ് ഡിവൈസസ് ഇവിടെ ഉണ്ടാവും. നമുക്ക് ഈ ബ്രിഡ്ജിന്റെ മുകളിൽ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്ര എമൗണ്ട് വാട്ടർ വരണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഡിവൈഡ് വാളിന്റെ സൈഡിൽ അഡ്ജസ്റ്റിംഗ് ടു ദാറ്റ് യു വിൽ ഹാവ്, സോ ദിസ് ഈസ് ദി ഡിവൈഡ് വാൾ, അഡ്ജസ്റ്റിംഗ് ടു ദാറ്റ് യു വിൽ ഹാവ് ദി ഫിഷ് ലാഡർ. ഇവിടെ വിസിബിൾ അല്ല. ഓക്കെ, സോ ലെറ്റ് us see what is a weir. നമുക്ക് either you can use a weir or a barrage. So first one is weir. അപ്പോൾ വെയറും ബാരേജും തമ്മിലുള്ള ഡിഫറൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഓവറോൾ ഒരു സർഫസ് വ്യൂ ഓഫ് വെയർ നോക്കാം. സോ വെയർ ഈസ് എ അൺഗേറ്റഡ് ബാരിയർ അക്രോസ് എ റിവർ. ദിസ് റേസസ് വാട്ടർ ഇൻ ദ റിവർ ആൻഡ് ഡൈവേർട്സ് വാട്ടർ ഇൻ ടു ദി ഓഫ് ടേക്കിംഗ് കനാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും ദ റണ്ണിംഗ് കോഴ്സ് ഓഫ് റിവർ. ഇവിടെ നിങ്ങൾക്ക് റേസ്ഡ് സ്ട്രക്ചർ കാണും. ഈ റേസ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയർ. അപ്പോൾ ഇത്രയും ലെവലിലേക്ക് വാട്ടർ ലെവൽ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ റേസ്ഡ് ലെവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ടു ദ ഓഫ് ടേക്കിംഗ് കനാൽ യു ക്യാൻ ടേക്ക് അപ്പ് ദി വാട്ടർ. ഫൈൻ. സോ ഫോർ എ റിവർ in perpendicular direction we will construct this weir. Minimum length ൽ perpendicular direction ൽ perpendicular direction ൽ construct ചെയ്യേണ്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ this will have minimum length of flow. ആ റിവറിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് വിത്തിലേക്ക് എടുക്കാൻ പറ്റും. പിന്നെ യൂണിഫോം ഫ്ലോ, പ്രോപ്പർ ആയിട്ട് ഒരേപോലെയുള്ള ഫ്ലോ ഒക്കെ ചെയ്യും. അത് റിവറിന്റെ വെയർ ബേസിന്റെ ഒക്കെ ലോഡ് കുറച്ചും കൂടി കുറയ്ക്കും, ഷോൾ ഫോർമേഷൻസ് കുറയ്ക്കും, ദെൻ ഒബ്ലിക് ഫ്ലോസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബെനിഫിറ്റിന് വേണ്ടി എപ്പോഴും നമ്മൾ റിവറിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും വെയർ കൺസ്ട്രക്ട് ചെയ്യുക. പിന്നെ ക്രസ്റ്റ് ഒന്ന് റേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ ലെവൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി അത്യാവശ്യമെങ്കിൽ നമുക്ക് ഈ വെള്ളം പോരാ, കുറച്ചും കൂടി ഒന്ന് ലെവൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ അപ് ടു ദിസ് ഹൈറ്റ് യു ക്യാൻ കീപ് ദി ഷട്ടേഴ്സ്. ചെറിയ പലകകൾ ഇട്ടിട്ട് നമുക്ക് ഫൈബർ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലെവൽ ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരിക്കലും 2 മീറ്റർ അബവ്, അതായത് മാക്സിമം അപ് ടു 2 മീറ്റർ ആയിരിക്കും. ക്രസ്റ്റിന് മുകളിലേക്ക് ഒരു 2 മീറ്റർ വരെ മാക്സിമം നമുക്കൊരു ക്രസ്റ്റ് ലെവലിൽ നിന്ന് 2 മീറ്റർ ഹൈറ്റിൽ നമുക്ക് വാട്ടർ സൂക്ഷിക്കാൻ പറ്റും. ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ ബിയോണ്ട് ദാറ്റ് നമുക്ക് വാട്ടർ സൂക്ഷിക്കണമെങ്കിൽ യു ഹാവ് ടു പ്രിഫർ ബാരേജ്. ഓക്കെ, അപ്പം മാക്സിമം 2 മീറ്റർ വരെ ക്രസ്റ്റിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഷട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ വെയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ ലെവൽ ഒന്ന് പിക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് മോസ്റ്റ്ലി വെയർ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എക്സ്ട്രാ റെഗുലേറ്റിംഗ് ഡിവൈസസിലേക്കൊന്നും പോകില്ല. പക്ഷെ നാട്ടിൻപുറത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും പലകെ ഇട്ടിട്ടുള്ള ചെറിയ ചെറിയ ഡിവൈസസ്. പക്ഷെ അപ്പോഴേക്കും എന്താ പറയുക, കണ്ടിന്യൂസ് മെയിൻ്റെനൻസ്, ഫാമേഴ്സ് ഒബ്സർവേഷൻ ഒക്കെ വേണ്ടി വരും. വൺസ് നമ്മൾ അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തില്ല, ആ പലകൊന്നും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പേർപ്പസ് മീറ്റ് ചെയ്യാത്ത രീതിയിലേക്ക് പോകും. സോ ദിസ് ഈസ് ഹൗ എ വെയർ ലുക്സ് ലൈക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടുതൽ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, സി ദിസ് ഈസ് ദി റിവർ കോഴ്സ്, അപ്സ്ട്രീം ഡയറക്ഷൻ. അപ്പോൾ അപ്സ്ട്രീം ഡയറക്ഷനിൽ നമ്മൾ ആദ്യം ഒരു വെയർ വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ വെയർ വാൾ എത്ര കൺസ്ട്രക്ട് ചെയ്യുന്നു ആ ലെവൽ വരെ ആയിരിക്കും നമ്മുടെ വാട്ടർ കീപ്പ് അപ്പ് ചെയ്യുക. പോണ്ടിങ് ലെവൽ ഇതായിരിക്കും. സപ്പോസ് ഇഫ് യു കീപ്പ് എ ഷട്ടർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ പോണ്ടിങ് ലെവൽ ഈ ഒരു ഹൈറ്റിലേക്ക് നമുക്ക്
അഫ്ലെക്സ് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇനി ഈ weir wall, this will be on a proper concrete foundation block, okay, which will be supported by talus and gravel bed. ഇത് നിങ്ങൾ എക്സാമിന് weirന്റെ complete layout ഇങ്ങനെ വരയ്ക്കുക. Downstream floor also will be concrete blocks so that the fall will not make the downstream beds scoured. Okay, scouring ഒഴിവാക്കാൻ വേണ്ടി properly concrete blocks ഉം താലസും then inverted filters ഒക്കെ provide ചെയ്തിട്ടുണ്ടാവും. This will keep this weir intact without any എന്താ proper ആയിട്ട് അതിന്റെ ലോഡ് കംപ്ലീറ്റ്ലി താങ്ങുന്ന രീതിയിലേക്ക് ഇത് കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്ട്രക്ചർ ഇതിന്റെ ഡിസൈൻ നമ്മൾ നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിൽ നമ്മൾ പഠിക്കും. ഇഫ് ദിസ് ഈസ് നോട്ട് ഇൻ ദ പ്രോപ്പർ ഡിസൈൻഡ് വേ ദിസ് മേ ഫെയിൽ. ഫെയിലേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ കമ്മിങ് വീഡിയോസിൽ പഠിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ഫൈൽസും ഇൻവെർട്ടഡ് ഫിൽറ്റേഴ്സും ബ്ലോക്സും താലസും ഒക്കെ വെച്ച് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വെയർ ആണ് ഇവിടെ കാണുന്നത്. ഈ ഫിഗർ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വെയർ ഡിസ്കസ് ചെയ്യുമ്പോൾ വരച്ചെടുക്കാം. നെക്സ്റ്റ് വൺ ഈസ് വെയർ പോലെ നമുക്ക് പാരലലി യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്ട്രക്ചർ എന്താണ്, ബാരേജ്. So this is a gate controlled weir with its crust at a lower level. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ crust lower level ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളത്തിന്റെ ഹൈറ്റ് എങ്ങനെ കൂട്ടുന്നത്, ഗേറ്റ് വെച്ചിട്ട് രണ്ട് സൈഡിലെ ബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, എംബാക്ക്മെന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ആ എംബാക്ക്മെന്റ്സ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് തരും. ഇവിടെ നോക്കൂ, ഓട്ടോമാറ്റിക് ഗേറ്റ്സ് ഈ രീതിയിലാണ്, ഇവിടെ ഈ രീതിയിൽ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേറ്റ്സ്, നമ്മൾ ഗേറ്റ്സിലേക്ക് അധികം പോകുന്നില്ല. നമുക്ക് ഗേറ്റ്സ് യൂസ് ചെയ്യാം. ഗേറ്റ് റേസ് ചെയ്തതിനനുസരിച്ച് ഡൗൺ സ്ട്രീം ഡയറക്ഷനിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. ഇത് റേസ് ചെയ്യുക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർഡ് ടു വെയർ വി ക്യാൻ കീപ്പ് അപ്പ് മൂവ് വാട്ടർ. പ്രോപ്പർലി കൺട്രോൾഡ് ഗേറ്റ്സ് ആണ്. ആ ഷട്ടേഴ്സ് പ്രോപ്പർ ഓട്ടോമാറ്റിക് കൺട്രോൾ അല്ലെങ്കിൽ മാനുവൽ കൺട്രോൾഡ് ഗേറ്റ്സ് ആണ്. അത് റേസ് ചെയ്യുന്ന ലോവർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ വാട്ടർ കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഗേറ്റ് കൺട്രോൾ വെയർ വിത്ത് ഇറ്റ്സ് ക്രസ്റ്റ് അറ്റ് എ ലോവർ ലെവൽ. Ponding of river by means of gates offer better control on outflow and discharge in off-taking canal. കാരണം ഇത്രയും ഹൈറ്റിലേക്ക് നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. ദെൻ അഫ്ലെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഓക്കെ, അഫ്ലെക്സ് ഇസ് സ്മോൾ ഡ്യൂ ടു ലോവർ ക്രസ്റ്റ് ഓഫ് ദി ബാരേജ്. ബാരേജിന്റെ ക്രസ്റ്റ് ലോവർ ആയതുകൊണ്ട് തന്നെ അഫ്ലെക്സ് നമുക്ക് കാണുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ ലാർജർ ഏരിയയിലേക്ക് നമുക്ക് വാട്ടർ possibly സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ കൺട്രോൾ ഓഫ് വാട്ടർ ടു ദി ഓഫ് ടേക്കിംഗ് കനാൽസ് ഈസ് പോസിബിൾ. ഇനി വേറിനെ പോലെയല്ല, ബാരേജിന്റെ മുകളിലേക്ക് നമുക്കൊരു റോഡ് വേ കൂടി കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദിസ് ഈസ് എ ബെനിഫിറ്റ് ഓഫ് ബാരേജ്. ബാരേജ് കം റോഡ് ബ്രിഡ്ജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന്റെ മുകളിലൂടെ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് ആ റിവർ അക്രോസ് ഒരു പാലം കൂടി വരുന്ന രീതിയിലേക്ക് നമുക്കത് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ എ ബാരേജ് ലുക്ക് ലൈക്സ്. അപ്പോൾ ഇതാണ് ലോവർ ക്രസ്റ്റ്. നമുക്ക് ഈ ഹൈറ്റിൽ വരെ ഇതിന്റെ ഷട്ടേഴ്സ് ഉണ്ട്. ദിസ് ഈസ് റേഡിയലി ഓപ്പറേറ്റഡ് ഷട്ടേഴ്സ്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വാട്ടർ താഴേക്ക് വരും. ഓക്കെ, now if you want to draw the diagram of barrage, you can use this figure. So this is the gate control structure. Okay, this is the concrete blocks, inverted filter, apron at the downstream end and the apron at the upstream end. നമുക്ക് പോണ്ടിങ് ലെവല് ഈ ഒരു ലെവലിലേക്കാണ് പോവുക. മാക്സിമം ഹൈ ഫ്ലഡ് ലെവല് ഈ ഒരു ലെവലിലേക്കാണ് പോവുക. നെക്സ്റ്റ്, അപ്പം മെയിൻ സ്ട്രക്ചർ, മെയിൻ മാസനറി സ്ട്രക്ചർ ആയ വെയറും നമ്മൾ കണ്ടു, ബാരേജും കണ്ടു. ഇനി അതിന്റെ സൈഡ് കമ്പോണൻസിലേക്ക് പോവാം. ദ ഫസ്റ്റ് വൺ ഈസ് ഡിവൈഡ് വാൾ. അപ്പോൾ ഈ ഒരു ഫിഗറിലേക്ക് തന്നെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവൈഡ് വാൾ. ഇറ്റ് ഈസ് ആൻ എംബാക്ക്മെന്റ് built at right angles to the axis of the weir. ഈ വെയറിന്റെ റൈറ്റ് ആംഗിൾ ഡയറക്ഷനിലാണ് ഈ ഡിവൈഡ് വാൾ ബിൽട്ടപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പേർപ്പസ് വന്നത് this separates the main weir and undersluice portion. Okay, separates the main weir and the undersluice portion. ഇനി how much does it extend? It extend upstream to a little beyond the beginning of the head regulator. അപ്പോൾ ഇത് ഹെഡ് റെഗുലേറ്റർ തുടങ്ങുന്നതിന് മുന്നേ കുറച്ചും കൂടി അപ്സ്ട്രീം ഡയറക്ഷനിലേക്ക്, എവിടെയാണോ ഹെഡ് റെഗുലേറ്റർ തുടങ്ങുന്നത് അതിന് കുറച്ചും കൂടി അപ്സ്ട്രീം സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡിവൈഡ് വാൾ നമ്മൾ ബിൽട്ടപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ ടു ദ ഡൗൺ സ്ട്രീം ആൻഡ് ടു ദി താലസ് ഓഫ് ലോഞ്ചിങ് ആപ്രൺ, അതായത് സ്റ്റില്ലിംഗ് ബേസിംഗിലേക്ക് വരുന്ന രീതിയിലേക്കായിരിക്കും ഡൗൺ സ്ട്രീം ഡയറക്ഷനിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നൗ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡിവൈഡ്
wall. It form a still water pocket. The first one is it form a still water pocket. അങ്ങനെ ഒരു ഡിവൈഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ഒരു stilling basin create ചെയ്യുന്നത്. ഈ stilling basin ന്റെ purpose എന്താ? This will keep the suspended silt to settle down over there. അങ്ങനെ ആവുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം സിൽറ്റ് ഡെപ്പോസിഷൻ സംഭവിക്കും. അപ്പോൾ കനാലിലേക്ക് സിൽറ്റ് എൻട്രി ഉണ്ടാവില്ല. നെക്സ്റ്റ് ഈസ് ഇറ്റ് കൺട്രോൾസ് എഡി കറന്റ്. എഡി കറന്റ് ഇല്ലാതെ കൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ കനാലിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, provides a straight approach in front of the canal. വലിയൊരു റിവറിൽ നമ്മളിങ്ങനെ ഒരു വെയർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർലി ഡൈവേർട്ട് ചെയ്യുന്ന ആ വാട്ടർ പ്രോപ്പറായിട്ട് സ്ട്രേറ്റ് അപ്രോച്ച് വഴി കനാലിലേക്ക് കയറാൻ ഈ ഒരു ഡിവൈഡ് വാൾ helpful ആണ്. Then it resists the overturning effect of the weir or barrage due to pressure of impounding water. ഇങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഈ ഡിവൈഡ് വാളിന് ഉണ്ട്. Okay, again if you say the floor level of underslope is, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെയർ ഏത് ഹൈറ്റിലാണോ ഒരു റിവറിൽ വെക്കുന്നത് അതിൽ നിന്ന് ഒരു ചെറിയ ഹൈറ്റ് കുറച്ചിട്ടായിരിക്കും നമ്മുടെ ഈ അണ്ടർസ്ലോയിസ് പോർഷൻ വെക്കുന്നത്. അപ്പം ഇത് തമ്മിൽ അപ്പം വാട്ടർ ഈ പോർഷനിലേക്ക് ഇങ്ങോട്ട് കവർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഓവർടേൺ ചെയ്തൊന്നും വരാതെ പ്രോപ്പർ കൺട്രോളിറ്റി വരാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്ന ഈ സ്ട്രക്ചറാണ് ഡിവൈഡ് വാൾ. So the floor level of underslope or pocket is generally kept lower than the floor level of the main weir. So if a divide wall is provided, this will prevent this turbulent action of water. Okay, also it will provide the proper straight approach to the canal and prevents the scouring of sluice. And helps in concentrating the scouring action of the undersluice. Okay, അതേസമയം ക്രോസ് കറന്റും പാരലൽ ഫ്ലോയും പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ക്രോസ് കറന്റും പാരലൽ ഫ്ലോയും പ്രിവെന്റ് ചെയ്താൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്കൗറിങ് ആക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇത് കൂടാതെ നമ്മൾ സിൽറ്റ് ഡെപ്പോസിഷൻ പറഞ്ഞു, പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് അപ്രോച്ച് ടു കനാൽ പറഞ്ഞു, ദെൻ ഫ്ലോർ ലെവൽ ഓഫ് വെയർ ആൻഡ് അണ്ടർസ്ലൂയിസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിന് ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞു, ടർബുലന്റ് ആക്ഷൻ പ്രിവെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കൂടാതെ ഇതിൻ്റെ സൈഡിനാണ് നമ്മളൊരു ഫിഷ് ലാഡർ കീപ്പ് ചെയ്യുക. അപ്പോൾ ആ ഫിഷ് ലാഡറിന് സപ്പോർട്ടീവായിട്ടും കൂടി ഈ ഡിവൈഡ് വാൾ വർക്ക് ചെയ്യും. ആക്ട് ആസ് എ വൺ സൈഡ് ഓഫ് ദി ഫിഷ് ലാഡർ. സോ ഈ ഒരു വെയർ സ്ട്രക്ചറിലാണെങ്കിൽ ഇതാ ഈ ഒരു പോർഷനാണ് ഡിവൈഡ് വാൾ. Now next is fish ladder. ഇതാണ് ഒരു ഫിഷ് ലാഡർ. അല്ലെങ്കിൽ നോക്കൂ, ഈ ഒരു സാധനമാണ് ഫിഷ് ലാഡർ. ഇതിന്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെയർ അല്ലെങ്കിൽ ഒരു ഡാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡും ഡൗൺ സ്ട്രീം സൈഡും തമ്മിലൊരു ബന്ധമില്ലാതെ മാറും. അപ്പോൾ ഈ റിവറിൽ ഒരു ജനറൽ നേച്ചർ ഓഫ് എ ഫിഷ് ഫ്ലോ നോക്കുവാണെങ്കിൽ ഇത് ഓരോ സീസണിനനുസരിച്ച് ദിസ് ഫിഷ് വിൽ മൈഗ്രേറ്റ് ഫ്രം വൺ പോർഷൻ ടു ദ അനദർ പോർഷൻ. അപ്പോൾ ഒരു വിന്റർ സീസൺ ഒക്കെ ആണെങ്കിൽ നോക്കുവാണെങ്കിൽ വിന്റർ സീസണിൽ ദ ഫിഷ് വിൽ മൈഗ്രേറ്റ് ഫ്രം അപ്സ്ട്രീം ടു ഡൗൺസ്ട്രീം സൈഡ്. ഡൗൺസ്ട്രീം സൈഡിലായിരിക്കും വാമർ വാട്ടർ ഉണ്ട്. അപ്പോൾ വാമർ വാട്ടറിനെ തേടി ഇതെല്ലാം പുഴയിൽ നിന്ന് അപ്സ്ട്രീം ഡയറക്ഷനിൽ നിന്ന് ഡൗൺസ്ട്രീം ഡയറക്ഷനിലേക്ക് വരും. നേരെ മറിച്ച് ഒരു സമ്മർ സീസൺ ഒക്കെ എൻഡ് ചെയ്യുമ്പോൾ ബിഫോർ ദ മൺസൂൺ സ്റ്റാർട്ട്സ് അല്ലെങ്കിൽ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഇതെല്ലാം തിരിച്ച് അപ്പർ റീജിയനിലേക്ക് തന്നെ പോകും ഫോർ മോർ ക്ലിയർ വാട്ടർ. അപ്പോൾ മോർ ക്ലിയർ വാട്ടർ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുക, അപ്പർ സ്ട്രീമിലേക്ക് പോകും. പക്ഷെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ ഒരു മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ആ മൂവ്മെന്റ് സ്റ്റോപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ദ പ്രോപ്പർ മൂവ്മെന്റ് ഓഫ് ഫിഷ്, ആ ഇൻഹാബിറ്റന്റ് നേച്ചറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ ഫിഷ് ലാഡർ. അപ്പോൾ ഫിഷ് ലാഡർ നമുക്ക് പല രീതിയിൽ നമ്മൾ പല ടൈപ്പിലുള്ള ഫിഷ് ലാഡേഴ്സ് കാണാം. ഇതിന്റെ പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം ഡയറക്ഷനിൽ എപ്പോഴും ഒരു ഫ്ലോ ഡൗൺസ്ട്രീം ഡയറക്ഷനിലേക്ക് കൊടുക്കുക. ദ ഫ്ലോ വിൽ ബി റെഗുലേറ്റഡ് and the velocity will be less than 3 meter per second. ഇതിലേക്ക് പോകുന്ന വെലോസിറ്റി less than 3 meter per second ആയിരിക്കും, which will be safe for fish to move. അപ്പോൾ ഇതിന്റെ അകത്തേക്കൂടെ ഫിഷിന് പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്ത് അപ്സ്ട്രീം ഡയറക്ഷനിൽ നിന്ന് ഡൗൺസ്ട്രീം ഡയറക്ഷനിലേക്ക് വരാൻ പറ്റും. യു ക്യാൻ സീ ദ സിമിലർ ഡിഫറെന്റ് ഫിഷ് ലാഡേഴ്സ്. ഓക്കെ, ഓരോ ഫിഷ് ലാഡേഴ്സ് ഓൾവേസ് ആ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിക്സാഗ് മോഷൻ ആണ് വാട്ടറിന് കൊടുത്തിട്ടുണ്ടാവുക. നോക്കൂ, ആദ്യം ഈ ഒരു പോർഷനിൽ പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു, അങ്ങനെ ഒരു സിക്സാഗ് പോർഷനിലേക്ക് അല്ലെങ്കിൽ ആ വെലോസിറ്റി മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളൊരു ഫിഷ് ലാഡർ കൊടുത്തിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് ദ ഡിസൈൻ ഓഫ് ഫിഷ് ലാഡർ വേർ ദ സ്ട്രക്ചർ ഈസ് ലൈക്ക് ദാറ്റ്. നമ്മൾ സിക്സാഗ് മോഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. സോ whenever the water moves like this. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫിഷിന് ഈസി മൂവ്മെന്റ് പോസിബിൾ ആണ്. ലെസ് ദാൻ 3 meter per second ആയിരിക്കും ഫ്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇതുവഴി ഇങ്ങനെ പോകുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഡിവൈസ് ഉള്ളത്. So that is the main purpose of a fish ladder.
which will provide the free movement of fishes to upstream and downstream in a zigzag manner. A zigzag manner allowuമ്പോഴേക്കും ഫിഷിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെയാണ് ഫിഷസ് അപ്സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്കും പോവുക? ഒന്ന് ഫോർ ദ റിലേറ്റീവ് വാം വാട്ടർ ഇൻ ഡ്യൂറിങ് ദ വിന്റർ സീസൺ ആൻഡ് ദ അതർ ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു ദ അപ്സ്ട്രീം ബിഫോർ ദി മൺസൂൺ സ്റ്റാർട്ട്സ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലേക്ക് ഈ മൂവ്മെന്റ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിഷ് ലാഡേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെപ്പ് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ഡയറക്റ്റ് ജമ്പിങ് ഒഴിവാക്കാൻ പറ്റും. ആ ജമ്പിങ് പലപ്പോഴും പോസിബിൾ അല്ല. ഇതുവഴിയാകുമ്പോൾ ഈസിലി അതിനെന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ആ മൂവ്മെന്റ് വെലോസിറ്റി അറൌണ്ട് 3 meter/second ആയിരിക്കും. ഓക്കെ, സോ അഗെയിൻ വി ഹാവ് മോർ കമ്പോണൻസ്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചിരിക്കുന്നത് ആകെ വെയർ, ബാരേജ്, then divide wall and fish ladder ആണ്. ഓക്കെ, ഇനി ബാക്കി കമ്പോണൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതായത് അണ്ടർ സ്ലൂയിസ് ഉണ്ട്, സിൽറ്റ് എക്സ്ക്ലൂഡർ, സിൽറ്റ് ഇജക്ടർ ഉണ്ട്, കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം.